നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് നമ്മൾ നോക്കാൻ പോണ റീഡിങ് ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നത് അപ്പം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവണതാണ്. ഇന്നൊരു ടൈം പ്രഡിക്ഷൻ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ 2 ഫയൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. കാരണം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് ഇത് റെസൊനേറ്റ് ആവണമെങ്കിൽ, ഞാനിടുന്ന ഒരേ വീഡിയോയും നിങ്ങളുടെ വീഡിയോ ആയിട്ട് റെസൊനേറ്റ് ആവണമെങ്കിൽ, അതുപോലെ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം എന്നിലൂടെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ ആ വീഡിയോ പിന്നീട് കണ്ടോളണമെന്നില്ല, അല്ലെങ്കിൽ വന്നോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഓരോ അഫർമേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഓരോ വീഡിയോയിലും ഉണ്ടാവുക. അത് റെസിനേറ്റ് ആവാനാണ് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് കേട്ടോ. പിന്നെ ടാരോ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, മലയാളത്തിൽ ടാരോ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളൊരു കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ആദ്യ ഫയലായ നമ്മൾ 11:11, അതായത് ഒരു ടൈമാണ് നമ്മളുടെ ഇന്ന് റീഡിങ്, ടൈം റീഡിംഗ് ആണ്. അപ്പോൾ 11:11 എന്നുള്ള ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് എന്താണ് യൂണിവേഴ്സ് അവരോട് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം കിട്ടിയത് ചണ്ഡികാദേവി. ചണ്ഡികാദേവി പറയണ കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യമുണ്ടാക്കുന്നതെന്നും സ്വയം തിരിച്ചറിയുക. അപ്പോ ഈ 11:11 എന്നുള്ള ഒരു അക്കമുണ്ടല്ലോ, അത് വളരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സമയമായേക്കണു എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് കാർഡ് വന്നേക്കുന്നത് നവീകരണത്തിനുള്ള ആഗ്രഹം നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ ഉണർത്തുന്നതാണ്. മൂന്നാമത് കാർഡ് വന്നേക്കണം ഐശ്വര്യദേവി. സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ സഹചാരിയാവുന്നതിന് കാലവിളംബമില്ല. നാലാമത്തെ കാർഡ് വന്നേക്കണത് നിങ്ങളുടെ ആന്തരിക വാസനകളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അഞ്ചാമത്തെ കാർഡ് വന്നേക്കണ രക്താംഗി ദേവി. അപ്പോൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, വിജയത്തിന്റെ കിരീടം ചൂടാൻ പരിശ്രമം അനിവാര്യമാണ്. തടസ്സങ്ങളുടെ പർവ്വതനിര തകർക്കാൻ നിങ്ങൾക്കാവും എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാർഡില് ചണ്ഡിക വന്നു, ദുർഗ വന്നു, രക്താംഗി വന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മ തടസ്സമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. പക്ഷേ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ശത്രുതാബന്ധനം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണില്ല. എവിടേക്കോ നിങ്ങൾ എന്തിനിറങ്ങിയാലും നിങ്ങൾക്ക് ആകെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തിനു മുന്നിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങളെ അത് തടസ്സങ്ങൾ വന്നിട്ട് മൂടിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി പോണ ഒരവസ്ഥയാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും, അത് നേടാൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കും. അത് പൂർത്തീകരണത്തിന്റെ ആ വക്കിലെത്തി കഴിഞ്ഞാൽ അത് മുടങ്ങിപ്പോകും. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത്. പക്ഷെ നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. തളർന്നിരുന്നാൽ ഒരു പക്ഷെ അവിടെ ആധിപത്യം സ്ഥാപിക്കുക നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല. ശത്രുദോഷത്തിനുള്ള പരിഹാരം ചെയ്യുക. ശത്രുദോഷത്തിന് ഭഗവതി ദേവി ഭക്തരൊക്കെ ആണെങ്കിൽ ദേവീക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതേപോലെ തന്നെ ഒരു ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇനി ഇതൊന്നും പറ്റാത്ത മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാനോ അതുപോലെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ പോലെ ഒന്ന് ചെയ്തോളൂ. അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ, അതായത് അജ്ഞാതരായ ആൾക്കാരോ ശത്രുക്കൾ നമുക്കുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ആരൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കളെന്നും നമുക്കറിയില്ല. ചിലരെ നാം അറിയും, ചിലരെ ഭൂരിഭാഗം ആൾക്കാരെയും നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കളാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. അപ്പോ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ചിലപ്പോൾ നമുക്ക് നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുതരാം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതുപോലെ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 11 ചെറുനാരങ്ങ എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണമായിട്ടും 7 തവണ അപ്രദക്ഷിണമായിട്ടും ഒഴിയുക. അതായത് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ഒഴിയുക. എന്നിട്ട്
ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ആ മന്ത്രം നിങ്ങൾ ജപിക്കണം ട്ടോ. അതായത് എന്താണ് മന്ത്രമെങ്കിൽ ഓം കാളി കരിങ്കാളി കാളി കൊടുങ്കാളി കാളി ഭഗവതി സ്വാഹ. ഒന്നുകൂടി പറയാം. ഓം കാളി കരിങ്കാളി കാളി കൊടുങ്കാളി കാളി ഭഗവതി സ്വാഹ. ഈ ഒരു മന്ത്രം ഒഴിയുമ്പോഴൊക്കെ ജപിക്കുക. അതായത് 11 ചെറുനാരങ്ങ എടുക്കുക. 21 തവണ നിങ്ങളുടെ ശരീരം ഒഴിയുക. അതിനുശേഷം അതായത് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ഒഴിയുക. എന്നിട്ട് നാരങ്ങ എല്ലാം കൂടിയിട്ട് 11 നാരങ്ങയും ഒരു പ്ലേറ്റ് എടുക്കുക. ഒരു തളിക എടുക്കുക. തളികയിൽ വെച്ചിട്ട് അത് അതിന്റെ വെള്ളം ഒന്നും വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ഒന്നും ആവാത്ത രീതിയിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ വെച്ചിട്ട് കഷ്ണം മുറിക്കുക. കഷ്ണം മുറിച്ചതിന് ശേഷം പരസ്പരം യോജിക്കാത്ത വിധത്തിൽ വേണം ദൂരേക്ക് എറിയാൻ. നിങ്ങളുടെ വീടിന് പുറത്തുള്ള എവിടേക്കെങ്കിലും എറിയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൊട്ട അയൽപ്പക്കക്കാരന്റെ വീട്ടിലേക്ക് എറിയരുത്. അപ്പൊ അതിന് പകരം നിങ്ങളൊരു കുഴി എടുത്തിട്ട് കുഴിച്ചു മൂടുക. പരസ്പരം തമ്മിൽ കലഹം ഒഴിവാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കേൾക്കാം, എന്റെ പിറകിൽ ഒരു കിളി കരയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശത്രുതാ ദോഷം കൊണ്ട് നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ട ഒരവസ്ഥ പോലും നിമിത്ത ശാസ്ത്രപ്രകാരം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ പരസ്പരം കൂട്ടി യോജിക്കാത്ത വിധത്തിൽ ഓരോ മുറികളും പരസ്പരം കൂട്ടി യോജിക്കാൻ പാടില്ല. എന്നിട്ട് കുഴിച്ചു മൂടുക. ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും രണ്ട് കിറ്റിലാക്കിയിട്ട് വെള്ളം ഒഴുക്ക് വെള്ളത്തിൽ കളയുക. അതാണ് വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ രണ്ടും രണ്ട് കിറ്റിലൊക്കെ ഒരേ മുറി ഒട്ടാൻ പാടില്ല. അപ്പോൾ ഒരു മുറി ഒരു കിറ്റിലാക്കുക, മറ്റൊരു മുറി മറ്റൊരു കിറ്റിലാക്കുക. നിങ്ങൾക്ക് തീരെ കുഴിച്ചിടാനും മണ്ണില്ല, ഒന്നും നിവൃത്തിയില്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കി കളയുക. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഫയലായ 9:09 സമയം ടൈം 9:09 തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കാർഡ്. അപ്പോൾ വീണ്ടും പറയണമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ കേട്ടോ. കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യ കാർഡ് വന്നത് ഏകമാത്രാ ദേവി. അപ്പം നിങ്ങൾ ഒരു ഏകാന്തതയിൽ അകപ്പെട്ടിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. എന്തോ ഒരു ഭയപ്പാട് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏകാന്തതയിൽ അകപ്പെട്ട നിങ്ങൾ മൗനം ഉപേക്ഷിക്കാൻ തയ്യാറാവും, നിർബന്ധിതയാവും എന്ന് പറയുന്നുണ്ട്. അംബികാദേവി പറയണു, ആശ്രയമില്ലാതെ നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ലെന്ന അലസത നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്നാണ്. ധാരാദേവി പറയണു, നിങ്ങളുടെ ദുഃഖം അപമാനിക്കപ്പെട്ടതിനാലാണെന്നുള്ള ബോധത്തെ മറികടക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വല്ലാതെ ഭയന്നിട്ടുണ്ട്, വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ എന്താ വേണ്ടെങ്കിൽ നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കുക, അനിഷ്ട സംഭവങ്ങളെ അകറ്റി നിർത്തുക. അപ്പോൾ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നു എന്നുള്ളത് കാർഡ് അതായത് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു പോയതും വേദനിക്കുന്നതും വിഷമിക്കുന്നതും. അപ്പോൾ അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോവുക. അപ്പൊ നിങ്ങൾക്ക് വല്ല അനാവശ്യ ബന്ധങ്ങളിലെ കൂടെയാണ് നിങ്ങൾ ഇത്തരം ദുഃഖത്തിനും ഭയത്തിനും അടിമപ്പെട്ടതെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഓടിപ്പോവുക. ഈ ഒളിച്ചോട്ടം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പൊ നിങ്ങൾ ഭയപ്പെട്ടിരിക്കണു വല്ലാതെ എന്ന് പറഞ്ഞല്ലോ. ഈ 9:09 തെരഞ്ഞെടുത്ത ആൾക്കാര് മുറിവേറ്റ ഒരു മനസ്സിനുടമയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ വൈകാരികമായിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ അധികം വൈകാതെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ മുറിവിനെ ഉണക്കി തരും, മുറിവിനെ ഹീൽ ചെയ്ത് തരും എന്നും പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വേർഡ് ഞാനിവിടെ പറഞ്ഞുതരാം. മുറിവ് ഹീൽ ചെയ്യാൻ. പിന്നെ വല്ലാതെ ഭയം നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ശ്ലോകം ജപിക്കാം. നിത്യം കിടക്കാൻ നേരത്തെ ഒരു ശ്ലോകം ജപിക്കാം കേട്ടോ. ദേവതനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുനേ സർവഭൂതേഭ്യ കാത്യായനി നമസ്തുതേ. ഇതാണ് ആ സ്വിച്ച് വേർഡ്. 17 37 562 17 37 562. ഈ മാനസിക മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭയപ്പാട് മാറാൻ വേണ്ടിയിട്ടും നന്നായി യൂണിവേഴ്സിനോട് പറയുക, പ്രാർത്ഥിക്കുക, നന്ദി പറയുക. എപ്പോഴും യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെ കരുതുക. കാരണം ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സാണ് നല്ലൊരു വഴി തിരഞ്ഞെടുത്ത് തന്നേക്കണത്. അപ്പം അതുകൊണ്ട് യൂണിവേഴ്സ് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. എപ്പോഴും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങളോട് കൂടിയിട്ട് ഉണ്ടാവട്ടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടി ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.